എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ lbstvpm@gmail.com എന്നുള്ള ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് 20-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. പ്രവേശനത്തിലുള്ള ഇൻഡെക്സ് മാർക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻഡെക്സ് മാർക്കിനെ സംബന്ധിച്ച് പരാതികളുണ്ടെങ്കിൽ 20/7/2024 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് lbstvpm@gmail.com എന്നുള്ള ആ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്യുക. അപ്പോൾ അപേക്ഷകർക്ക് ഹോം പേജിൽ ലോഗിൻ ചെയ്ത് ഇൻഡെക്സ് മാർക്ക് പരിശോധിക്കാവുന്നതാണ്. ഡിസബിലിറ്റി കോട്ട അപേക്ഷകരുടെ മെഡിക്കൽ റിസൾട്ടും അതായത് മെഡിക്കൽ ബോർഡ് റിസൾട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കോഴ്സ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ പരിശോധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ ഒരു പരാതികൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് പരിശോധിക്കുകയും ആ ഒരു പരാതികൾ നിങ്ങൾ LBSനെ അറിയിക്കുകയും അപ്പോൾ ആ ഒരു പരാതികൾ പരിഹരിച്ച ശേഷമായിരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഒരു ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത് 2024 അധ്യയന വർഷത്തെ പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് മാർക്ക് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപേക്ഷകർക്ക് ലോഗിൻ ചെയ്ത് ഇൻഡെക്സ് മാർക്കും അതുപോലെ വ്യക്തിഗത അക്കാദമിക വിവരങ്ങളും പരിശോധിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ നിങ്ങളുടെ എല്ലാവിധ അപേക്ഷയിലെ വിവരങ്ങളും നിങ്ങൾക്ക് പരിശോധിക്കാം. നിശ്ചിത തീയതിക്കകം നിങ്ങൾക്ക് ആധികാരികമായിട്ടുള്ള രേഖകൾ LBS ഡയറക്ടർക്ക് സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. പരാതികൾ 20/7/2024 തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് lbstvpm@gmail.com എന്നുള്ള ഇമെയിൽ ഐഡിയിലേക്ക് ഇമെയിലായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഇമെയിൽ ഐഡിയിലേക്കാണ് ഇവിടെ lbstvpm എന്നാണ്, അതായത് lbstvpm എന്നുള്ള മെയിൽ ഐഡിയിലേക്കാണ് നിങ്ങൾ ഈ ഒരു മെയിൽ അയക്കേണ്ടത്. അതായത് lbstvpm എന്നുള്ള മെയിൽ ഐഡിയിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ഇവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഫോർഗോട്ട് അല്ല, അതിനുശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ID നൽകിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് കൂടി നൽകി സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷം അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആക്സെപ്റ്റഡ് ഡാറ്റ അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വ്യൂ ഇൻഡെക്സ് മാർക്ക് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് ഓരോ റാങ്ക് ലിസ്റ്റ്, അതായത് റാങ്ക് ലിസ്റ്റ് 1, റാങ്ക് ലിസ്റ്റ് 2 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാണാം. ഈ ഒരു BA SLP കോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് സെപ്പറേറ്റ് ആണ്, അതുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് 2 എന്ന് കാണിക്കുന്നത്. അതുപോലെ നഴ്സിംഗ് അതുപോലെ തന്നെ MLT അതുപോലെ തന്നെ മറ്റ് കോഴ്സുകളുടെ റാങ്കും സെപ്പറേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് പരിശോധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ട എന്നിങ്ങനെയൊക്കെയുള്ള റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു 2 റാങ്ക് ലിസ്റ്റും നിങ്ങൾ പരിശോധിച്ച് എന്തെങ്കിലും നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് കൂട്ടിയതിൽ വല്ല തെറ്റും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് LBS സെൻറ്ററിനെ അറിയിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആക്സെപ്റ്റഡ് ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ വ്യൂ ആക്സെപ്റ്റഡ് ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞുള്ള ആ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ പരാതികൾ എന്താണോ അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സഹിതം നിങ്ങൾ ആ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.